ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ തറവാടാണ് കേട്ടോ. ഒരുപാട് ഓർമ്മകളുള്ള തറവാടാണ്. അപ്പോൾ 40 വർഷം പഴക്കമുണ്ട് കേട്ടോ ഈ തറവാടിന്. ഇപ്പോഴും ഒരു മോഡിഫിക്കേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം അതേപോലെ തന്നെ തറവാട് കൊണ്ട് നടക്കുന്നുണ്ട് നീറ്റായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു തറവാടൊന്ന് കാണിച്ചിരുന്നു. അപ്പോൾ തറവാട്ടിൽ നിന്ന് എല്ലാവരും കൂടുന്ന ദിവസമാണ്. അപ്പോൾ നമുക്ക് തറവാടിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇത് നമ്മൾ നിങ്ങൾ വിചാരിക്കുന്നത് വല്ല ആട്ടുംകൂട് എന്തോ ആയിരിക്കുന്നു, പക്ഷേ ആട്ടുംകൂടും കോഴിക്കോടൊന്നല്ല കേട്ടോ. അത് അടുപ്പാണ്. പണ്ട് കാലത്ത് പുറത്തായിരുന്നല്ലോ അടുപ്പൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അടുപ്പായിരുന്നു. അപ്പോൾ ഇത് ഫുള്ള് മീനുകളാണ് കേട്ടോ. ഓരോ കൊട്ടയിലൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് അവിടുത്തെ മകൻ വളർത്തുന്നതാണ് മീനൊക്കെ. അപ്പോൾ എനിക്ക് മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ എനിക്കതൊന്നും അറിയില്ല. നമുക്കതിൻ്റെ ABC ഒന്നും അറിയാത്തതുകൊണ്ട് അതൊന്നും നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ കുറേ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പണ്ടത്തെ കിണറാണ്. ഇതിൽ ഫുള്ള് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിവിടെ ആരധികം ഇങ്ങനെ നിൽക്കലൊന്നുമില്ല. എപ്പോഴെങ്കിലൊക്കെ എല്ലാവരും വന്ന് നിൽക്കുന്നല്ലാണ്ട് ഇങ്ങനെ നിൽക്കലൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ വെള്ളം ഉണ്ടല്ലോ, കിണറ്റിൻ്റെ വെള്ളം അടിപൊളി കേട്ടോ. നല്ല പാറ പൊട്ടിച്ച വെള്ളമാണ്. അപ്പോൾ നമ്മൾ റബ്ബർമാരുണ്ടല്ലോ, പണ്ട് ഇങ്ങനെ റബ്ബർമാർ ഇങ്ങനെ കൊത്തിയിട്ട് ഇങ്ങനെ പാല് വന്നിട്ട് അതിൻ്റെ റബ്ബർ ഇങ്ങനെ വലിച്ചെടുക്കും. അപ്പോൾ ഒരു ഓർമ്മയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ഒന്ന് കൊത്തിയിട്ടൊന്ന് പാല് വരുത്തി നോക്കാൻ വരുമെന്ന് വിചാരിച്ചു. അപ്പം പാലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ റബ്ബർ മരത്തിന് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. നമ്മളെ കൊള്ളി, അതുപോലെ കപ്പ എന്ന് പറയില്ലേ, കപ്പ പൂള അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ അവിടെ നമ്മുടെ തൃശ്ശൂർക്കാർ പറയുക കൊള്ളി എന്നാണ്, മലപ്പുറംകാർ പറയുക പൂള എന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫ്രാഷൻ ഫ്രൂട്ടിന് വേറെ എന്തെങ്കിലും പേര് പറയുമെന്ന് എനിക്കറിയില്ല. ഫ്രാഷൻ ഫ്രൂട്ട് ഉണ്ട്, അതുപോലെ പച്ചമുളക്, അങ്ങനത്തെ ചെറിയ ചെറിയ അല്ലറ ചില്ലറ കൃഷിയും കാര്യങ്ങളൊക്കെ അവിടെ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ ഫ്രാഷൻ ഫ്രൂട്ട് പഞ്ചസാര കിട്ടത്തിൻ്റെ നല്ല ടേസ്റ്റ് ആട്ടോ. ഞങ്ങളതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലിപ്പിങ്സ് കാണാം കേട്ടോ. അതുപോലെ അവിടെ മരമൊക്കെ ഉണ്ട്. അപ്പോൾ മരത്തുമ്മൊക്കെ കയറാൻ നല്ല സുഖമാണ്. പണ്ട് മരത്തുമ്മൊക്കെ കയറിയിട്ടുണ്ട് അതേപോലെ. അപ്പോൾ കണ്ടപ്പോൾ ഒരു പൂതി കയറാനൊക്കെ ആയിട്ട് ഞാൻ കയറിയൊന്നുമില്ല കേട്ടോ, എന്നാലും ഞാൻ വീഡിയോ എടുത്തുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രാഷൻ ഫ്രൂട്ട് പൊട്ടിച്ചിട്ട് ഇതേപോലെ എന്താ പറയുക, കുറച്ച് പഞ്ചസാര അതിൻ്റെ ഉള്ളിക്കിട്ട് സ്പൂൺ കൊണ്ട് നല്ല ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ലോണം ഇളക്കണം കേട്ടോ. ഇളക്കിയിട്ട് നമ്മൾ കഴിച്ചാണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. പുളിയും മധുരവും ഒക്കെ പാടായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ പണ്ടത്തെ മക്കൾക്ക് ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ പഞ്ചസാര ഇട്ടത്. പിന്നെ അതുപോലെ വേറൊരു തരത്തിലും ചെയ്യും. കുറച്ച് മുളക് പൊടിയും അതുപോലെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കാം. അപ്പോഴും നല്ല ടേസ്റ്റ് കേട്ടോ. എരിമുന്തി നിൽക്കണം, നല്ല ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ പച്ചമാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ട് തിരുമ്പി തിന്നൂലേ, അതേ ഒരു ഫീൽ തന്നെ കേട്ടോ. അത് പുളിയും ഉപ്പും ചെറിയൊരു മധുരവും കൂടി ഉണ്ടാവും. അപ്പോൾ ആക്രാന്തം കൂടിയിട്ട് തെറിച്ചൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ അത് വലിയ ഇഷ്ടമൊന്നും ആയില്ല, കാരണം കുറച്ച് എരിവുണ്ടല്ലോ, ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ ഇത് നല്ല ഹാങ്ങിങ് ചെടി. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താൽ കേട്ടോ. കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്ന് തറവാട്ടിലെല്ലാവരും കൂടിയിട്ടോ. അപ്പോൾ ഒരു 8 മക്കൾ, ഓരോ പേരക്കുട്ടികളെല്ലാവരും പാടൊന്ന് കൂടിയ ദിവസമാണ്. അപ്പോൾ നല്ല രസമാണ് എല്ലാവരും ഇങ്ങനെ കൂടുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ പൂച്ചക്കുട്ടികളെ ഇങ്ങനെ കൂട്ടിലിട്ടേക്കണത്. അപ്പോൾ അവർ ഫുഡ് കഴിക്കണ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്താൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെയാണ് വെച്ചത്. ബിരിയാണിയൊക്കെ വെച്ച് എന്താ പറയുക സെറ്റായി. നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.